തുടരെ ചർച്ചകളിൽ നിറയുകയാണ് സംവിധായകൻ വിഘ്നേഷ് ശിവൻ. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ വിഘ്നേഷിന് പ്രശംസകൾ ഏറെ വന്നു. നയൻതാരയുടെ ജീവിതത്തിൽ വിഘ്നേഷ് കൊണ്ടുവന്ന സന്തോഷങ്ങൾ ഏവരും ചൂണ്ടിക്കാട്ടി. അതേസമയം വിഘ്നേഷിന് നേരെ പരിഹാസങ്ങളും വന്നു. ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വിഘ്നേഷിന് വിവാഹ ജീവിതത്തിൽ സ്വന്തമായ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ഇല്ലെന്ന് ചിലർ കുറ്റപ്പെടുത്തി. ഡോക്യുമെന്ററിക്ക് പിന്നാലെയുണ്ടായ സംഭവങ്ങൾ വിഘ്നേഷിന് നേരെ വരുന്ന സൈബർ ആക്രമണങ്ങൾക്ക് കാരണമാണ്. ഭാര്യ നയൻതാര നടൻ ധനുഷിനെതിരെ തുറന്ന പോരിന് തുടക്കമിട്ടു. വിഘ്നേഷ് ഇതിനെ പിന്തുണയ്ക്കുകയും ധനുഷിനെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് പോസ്റ്റുകളും ഇട്ടു. ഇതോടെയാണ് സംവിധായകന് നേരെ കടുത്ത സൈബർ ആക്രമണം നടന്നത്. ഇപ്പോഴത്തെ തന്റെ ട്വിറ്റർ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് വിഘ്നേഷ്. കാരണമൊന്നും പറയാതെയാണ് വിഘ്നേഷ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം ഇതിന് കാരണമായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വരുന്നുണ്ട്. ഗലാട്ട പ്ലസ് മെഗാ പാൻ ഇന്ത്യ ഡയറക്ടേഴ്സിന്റെ അഭിമുഖം കഴിഞ്ഞ ദിവസം നടന്നു. വിഘ്നേഷ് ശിവൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ചിദംബരം, രാജകുമാർ, പെരിയസ്വാമി തുടങ്ങിയ സംവിധായകർ അഭിമുഖത്തിൽ പങ്കെടുത്തു. അഭിമുഖത്തിൽ വിഘ്നേഷിന്റെ സാന്നിധ്യം വ്യാപക വിമർശനത്തിന് ഇടയാക്കി. അടുത്ത കാലത്തൊന്നും ഹിറ്റുകളില്ലാത്ത സംവിധായകനാണ് വിഘ്നേഷ് ശിവൻ. നിരൂപക പ്രശംസ ലഭിച്ച സിനിമകളുമില്ല. പിന്നെ വിഘ്നേഷ് എന്തിന് അതിഥിയായി എത്തിയെന്ന ചോദ്യങ്ങൾ വന്നു. കല്യാണ കാസറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണ് എന്നൊക്കെ പരിഹാസ കമന്റുകളും വന്നു. ഇതിന് പിന്നാലെയാണ് വിഘ്നേഷ് സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നത്. വിഘ്നേഷിന്റെ മനസ്സ് വിഷമിക്കുന്നത് തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തെയും തനിക്ക് നേരിടാൻ പറ്റും, എന്നാൽ വിഘ്നേഷിന് വിഷമം വന്നാൽ തന്നെ അത് ബാധിക്കുമെന്നും നയൻതാര പറഞ്ഞു. 2 വർഷം കാത്തിരുന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് താരദമ്പതികൾക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം കടുക്കുന്നത്. കരിയറിലെ മോശം കാലഘട്ടത്തിലൂടെയാണ് വിഘ്നേഷ് ശിവൻ ഇന്ന് കടന്നുപോകുന്നത്. അജിത് കുമാറിന്റെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയിൽ നിന്ന് വിഘ്നേഷിന് പിന്മാറേണ്ടി വന്നു. വിഘ്നേഷിന്റെ കഥയിൽ പ്രൊഡക്ഷൻ ഹൗസ് അതൃപ്തി പ്രകടിപ്പിച്ചതോടെയായിരുന്നു തീരുമാനം. ഇത് സംവിധായകന്റെ കരിയറിലുണ്ടാക്കിയ കോട്ടം ചെറുതല്ല. ശക്തമായ തിരിച്ചുവരവ് വിഘ്നേഷിന് ഇന്ന് അനിവാര്യമാണ്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വിഘ്നേഷ്. മറുവശത്ത് നയൻതാരയ്ക്കും കരിയറിൽ ഇത് നല്ല സമയമല്ല. അടുത്തിടെ പുറത്തിറങ്ങിയ താരത്തിന്റെ മിക്ക സിനിമകളും പരാജയപ്പെട്ടു. ജവാൻ ഹിറ്റായെങ്കിലും ചിത്രത്തിൽ നടിയുടെ കഥാപാത്രത്തിന് പ്രാധാന്യമില്ലായിരുന്നു.